വയനാട് സുൽത്താൻ ബത്തേരിയിലെ കോടതി വളപ്പിൽ കരടി. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ദേശീയപാത മുറിച്ചു കടന്ന കരടി കോടതി വളപ്പിലെത്തിയത്. യാത്രക്കാരാണ് കരടിയെ കണ്ടത്. ടൗണിലിറങ്ങിയ കരടി കോളിയാടി വനമേഖലയിലേക്ക് നീങ്ങിയതായാണ് നിഗമനം. വനംവകുപ്പ് തിരച്ചിൽ ആരംഭിച്ചു. കോളിയാടി ടൗണിൽ കരടി എത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കരടി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോളിയാടി ടൗണിലാണ് കരടി എത്തിയ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. സുൽത്താൻ ബത്തേരിയിലെ കോടതി വളപ്പിലാണ് കരടി ആദ്യം എത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ദേശീയപാത മുറിച്ചു കടന്ന കരടി കോടതി വളപ്പിലെത്തിയത്. യാത്രക്കാരാണ് കരടിയെ ആദ്യമായി കണ്ടത്. ടൗണിൽ ഇറങ്ങിയ കരടി കോളിയാടി വനമേഖലയിലേക്ക് നീങ്ങിയെന്നാണ് ഇപ്പോൾ നിഗമനം. വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അനീസ് അലി വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് ചേർന്നു. അനീസ്, കഴിഞ്ഞ ദിവസമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കാട്ടിലേക്ക് തുരത്തിയത്. അതിനു പിന്നാലെ ഇപ്പോൾ വീണ്ടും മറ്റൊരു മേഖലയിൽ കരടിയെ കാണുകയാണ്. വനപാലകർ തെരച്ചിൽ തുടങ്ങിയോ? തീർച്ചയായും നിലവിൽ വനപാലകർക്ക് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് കരടിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ സുൽത്താൻ ബത്തേരി കോടതി വളപ്പിൽ രാത്രി 11 മണിയോടെയാണ് കരടിയെ കണ്ടത്. അതിനുശേഷം കൂളിയാടി വനമേഖലയിലേക്ക് അത് കയറിപ്പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും കോളിയാടി ടൗണിൽ ഇത് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ തിരച്ചിൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി ജനവാസ കേന്ദ്രമാണ്. വലിയ ഒരു വയനാട്ടിൽ തന്നെ വലിയ ഒരു ടൗൺ ആണ്. ആ ഭാഗത്ത് കരടി ഇറങ്ങി എന്നത് വലിയ ആശങ്കയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെ യാത്രക്കാരാണ് വാഹനത്തിൽ നിന്ന് ഈ കരടിയുടെ ദൃശ്യങ്ങൾ ആദ്യം പകർത്തിയത്. മൊബൈലിൽ പകർത്തിയതായിരുന്നു. അതിനുശേഷം പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ കൂളിയാടി മേഖലയിൽ കരടി എത്തി എന്ന അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ജനവാസ കേന്ദ്രത്തിൽ തന്നെ കരടി ഉണ്ടാകാം എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ വനപാലകർ ഉള്ളത്. അതേസമയം കൂളിയാടി എന്ന് പറയുന്നത് വയനാട് ചേർന്ന് നിൽക്കുന്ന ഒരു വനമേഖലയാണ്. അതിനെ പുലർച്ചയോടെ കണ്ടതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ കാട്ടിലേക്ക് കയറിപ്പോകാൻ അതുവഴി സാധ്യതയുണ്ട്. ആ നിലക്കും വനംവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പകൽ വെളിച്ചത്തിൽ ഇന്ന് കരടിയെ കണ്ടിട്ടില്ല. അവസാന സമയം പുലർച്ചെ 2 മണിയോടെയാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കൂളിയാടി മേഖലയിൽ നിന്ന്. ഇത് 2 മണിയോടെയുള്ള ദൃശ്യങ്ങളാണ്. സുൽത്താൻ ബത്തേരി ടൗണിൽ കരടി എത്തുക എന്ന് പറയുന്നത് അതീവ ഭീതിതമായ ഒരു സാഹചര്യമാണ്. കാരണം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ധാരാളം കടകളുള്ള വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന വലിയൊരു ടൗൺ ആണ്. അവിടെ കരടി എത്തി എന്നത് നല്ല ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതേസമയം വനത്തിൽ നിന്ന് വലിയ ദൂരമുള്ള ഒരു ടൗണും അല്ല. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളുണ്ട്. നേരത്തെ ഈ പ്രദേശത്ത് ഒരു കാട്ടാന സുൽത്താൻ ബത്തേരി ടൗണിൽ ഇറങ്ങി വലിയ വിഷയമായിരുന്നു. അതിനെ പിന്നീട് വനംവകുപ്പ് പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റിയിരുന്നു. ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത്ര സാധാരണമല്ല. എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രേഷ്മ, അനീസ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് വയനാട്ടിൽ മറ്റ് ഇടങ്ങളിൽ കരടിയെ കണ്ടതും അതിനെ കാട്ടിലേക്ക് തുരത്തിയതും. ഈ 2 സ്ഥലങ്ങളും തമ്മിൽ നല്ല ദൂരം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ കരടി തന്നെയാണ് എന്നുള്ള സംശയങ്ങളെ തള്ളിക്കളയാം, അല്ലേ? തീർച്ചയായും ഇത് ഒരു കരടി അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത് നിലവിൽ ഈ 2 കരടികളെയും ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ 100% ഉറപ്പോടുകൂടി ആ കരടിയാണോ അല്ലേ എന്ന് പറയാൻ കഴിയൂ. അതേസമയം സാധ്യതകൾ വെച്ചുകൊണ്ട് ഒരിക്കലും സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. നേരത്തെ കരടിയെ കാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി ഇന്നലെ കരടിയെ കണ്ട പ്രദേശം.
അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കരടിയാകാനാണ് സാധ്യതയുള്ളത്. ആ ഒരു കരടി ആയിരിക്കാൻ ഒരു സാധ്യതയുമില്ല. മാത്രവുമല്ല, അത് ആ കരടി വനത്തിലേക്ക് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് വനപാലകർ പിന്തിരിഞ്ഞു പോന്നിട്ടുള്ളത്. അത് ഏതായാലും ഈ മേഖലയിൽ എത്താൻ സാധ്യതയില്ല. കഴിഞ്ഞ 4 ദിവസമായി മേഖലയിൽ പലയിടങ്ങളിലായി പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നെങ്കിലും അതൊക്കെ അതിന്റെ സമീപ പ്രദേശങ്ങളായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇത് എന്ന് പറയുന്നത് അല്പം ദൂരെയാണ്, ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടേക്ക് ഈ കരടി എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക, രേഷ്മ.